നിലമ്പൂർ DFO ഓഫീസ് തകർത്ത പ്രതിഷേധത്തിന്റെ പേരിലാണ് ഇപ്പോൾ PV അൻവർ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുകയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, വൈദ്യപരിശോധന പൂർത്തിയായോ? മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയോ? ഗൂഗിൾ നിലവിൽ വൈദ്യപരിശോധന പൂർത്തിയായിട്ടില്ല. അവസാന ഘട്ടങ്ങളിലാണ് വൈദ്യപരിശോധന ഇപ്പോൾ ഉള്ളതെന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് ഈ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളമായി ഈ വൈദ്യപരിശോധന നടക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്കിടെ PV അൻവർ ശുചിമുറിയിൽ പോകാനായി പുറത്തിറങ്ങുകയും തിരികെ വൈദ്യപരിശോധന തുടരുകയുമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാവുകയും PV അൻവറിനെ ഇവിടെ നിന്നും മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ് ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കുള്ള ദൂരം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുക, അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിവേഗം നടപടിയിലേക്ക് കടക്കുക എന്ന് തന്നെയാണ്. ഏതായാലും ഉടൻ തന്നെ മജിസ്ട്രേറ്റ് എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഏതാണ്ട് 2 മണിക്കൂർ മുൻപാണ് PV അൻവറിന്റെ ഒതായിലെ വീട് വളഞ്ഞുകൊണ്ട് പോലീസ് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും PV അൻവർ സഹകരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിശോധനയും വൈദ്യപരിശോധനയും ഒക്കെയായി വീട്ടിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് പ്രവർത്തകരും എല്ലാവരും തന്നെ വീട്ടിലേക്ക് എത്തുകയും PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ മുദ്രാവാക്യ വിളികളും ഒക്കെയായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ ഈ വാഹനത്തിൽ പ്രവേശിച്ച സമയത്ത് മാത്രമാണ് നേരിയ ഒരു പ്രതിഷേധവും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയത്. അതായത് പോലീസ് വാഹനത്തിലെ ഏറ്റവും പിൻഭാഗത്തേക്കായിരുന്നു PV അൻവറിനെ കയറ്റാൻ ശ്രമിച്ചത്. അത് പ്രവർത്തകർ ഇടപെട്ട് തടയുകയായിരുന്നു. പിന്നീട് മറ്റൊരു ഭാഗത്തെ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് PV അൻവറിനെ നിലവിൽ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാവുകയും മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നലെ രാത്രിയിലാണ് ഈ ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട മണി എന്ന 33-കാരനാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഉൾവനത്തിലേക്ക് അദ്ദേഹം പോകുന്നതിനിടയിൽ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അപ്രതീക്ഷിതമായി എത്തി അടിക്കുകയായിരുന്നു. അങ്ങനെ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം താഴെ തെറിച്ചു വീഴുകയും പിന്നീട് 1.5 കിലോമീറ്ററോളം വനത്തിലൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ തോളിൽ ചുമന്നുകൊണ്ടാണ് ഈ വാഹനം എത്തുന്ന ഭാഗത്തേക്ക് ഈ മണിയെ എത്തിച്ചത്. പിന്നീട് അവിടെ ഇപ്പോഴും ഈ വീടിന് മുന്നിൽ കണ്ട പോലെ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ടോ ഈ ആശുപത്രിയിലും, അല്ലെങ്കിൽ അൻവറിനെ കൊണ്ടുവന്ന വഴിയിലൊക്കെ ഈ പ്രവർത്തകർ പിന്തുടരുന്നുണ്ടായിരുന്നോ? ഗോകുൽ, തീർച്ചയായും ഈ ആശുപത്രി മുൻഭാഗത്തും ഒപ്പം തന്നെ ഉൾഭാഗത്തുമൊക്കെയായി പ്രവർത്തകർ തടിച്ചു കൂടിയിരിക്കുകയാണ്. PV അൻവറിന്റെ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പ്രവർത്തകരും മറ്റുള്ള നാട്ടുകാരും എല്ലാവരും തന്നെ നിലവിൽ ഈ ആശുപത്രിയുടെ മുൻഭാഗത്തേക്കും എത്തിയിരിക്കുകയാണ്. ആശുപത്രിയുടെ മുൻഭാഗത്ത് ഈ വൈദ്യപരിശോധന കഴിഞ്ഞെത്തുന്ന സമയത്ത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനും മറ്റും കാണാനും ഒക്കെയാണ് ഈ ആളുകൾ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ ആശുപത്രിയുടെ മുൻഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതിഷേധത്തിനോ മറ്റുള്ള പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോകുന്നുമില്ല എന്നതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തകരൊപ്പം തന്നെ PV അൻവറും സഹകരിക്കുന്നുമുണ്ട്. ഏതായാലും നിലവിൽ വൈദ്യപരിശോധന ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോഴേക്കും പോലീസും കൂടുതൽ ഇടപെടൽ നടത്തും. പ്രത്യേകിച്ച് ഈ ആശുപത്രിയുടെ പുറം ഭാഗത്ത് വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ മറ്റു പ്രതിഷേധമോ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുക, അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുത്തി അറസ്റ്റിലേക്ക് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ ആശുപത്രിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. വിവിധ DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു സംഘമാണ് ഇവിടെ നിലവിൽ ക്യാമ്പ് ചെയ്ത് തുടരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. പ്രധാനമായും ഈ ആശുപത്രിയുടെ കവാടത്തിന് മുൻഭാഗത്താണ് വലിയ പോലീസ് സന്നാഹമുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ മറ്റുമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്രയും പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാവുകയും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. ഏതായാലും നിലവിൽ PV അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ ഗൂഢാലോചന കുറ്റം, അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് PV അൻവറിനെതിരെ ചുമത്തിക്കൊണ്ട് നിലമ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.